വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കായി കോൺഗ്രസ് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ തറക്കല്ലിടൽ ചടങ്ങ് ഇന്ന് നടക്കും. മേപ്പാടിയിലെ കുന്നംപച്ചിയിൽ വീടുകളുടെ തറക്കല്ലിടൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നിർവഹിക്കും. പ്രിയങ്ക ഗാന്ധി MP, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും. 1041 ചതുരശ്രടിയിൽ ഉള്ള വീടും 8 സെന്റ് ഭൂമിയാണ് കോൺഗ്രസ് ദുരിതബാധിതർക്കായി നൽകുന്നത്. 100 വീടുകളിൽ 50 വീടുകളാണ് കുന്നംപച്ചിയിൽ ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുന്നത്. വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കായി കോൺഗ്രസ് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ തറക്കല്ലിടൽ ചടങ്ങാണ് ഇന്ന് നടക്കുന്നത്. മേപ്പാടിയിലെ കുന്നംപച്ചിയിൽ വീടുകളുടെ തറക്കല്ലിടൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നിർവഹിക്കും. പ്രിയങ്ക ഗാന്ധി MPയും അതുപോലെ തന്നെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ളവർ ഈ ചടങ്ങിൽ പങ്കെടുക്കും. 1041 ചതുരശ്ര അടിയിലുള്ള വീടും 8 സെന്റ് ഭൂമിയുമാണ് കോൺഗ്രസ് ദുരന്തബാധിതർക്കായി നൽകുന്നത്. 100 വീടുകളിൽ 50 വീടുകളാണ് കുന്നംപച്ചിയിൽ ആദ്യഘട്ടത്തിൽ നിർവഹിക്കുന്നത്. സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ നടത്തുന്ന OP ബഹിഷ്കരണ സമരം 11ാം ദിനത്തിൽ. അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ നിർത്തിവെച്ചിട്ട് 8 ദിവസം പിന്നിട്ടു. സമരം ചെയ്യുന്ന ഡോക്ടർമാരുമായി സർക്കാർ ഇന്ന് ചർച്ച നടത്തും. ധനകാര്യ വകുപ്പ് മന്ത്രിയും ധനാരോഗ്യ വകുപ്പ് സെക്രട്ടറിമാരും ചർച്ചയിൽ പങ്കെടുക്കും. കഴിഞ്ഞ ദിവസം ഡോക്ടർമാരുടെ സംഘടനയായ KGMCTA മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി, ധനമന്ത്രി എന്നിവരുമായി കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയെങ്കിലും സമവായമായിരുന്നില്ല. ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക, കൂടുതൽ തസ്തിക സൃഷ്ടിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് ഡോക്ടർമാർ ഉള്ളത്. ഡോക്ടർമാർ സമരം തുടരുന്ന സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാണ്. നിലവിൽ PG ഡോക്ടർമാർ മാത്രമാണ് OPയിലുള്ളത്. അധ്യാപനവും മുടക്കിയാണ് സമരം. സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ നടത്തുന്ന OP ബഹിഷ്കരണ സമരം ഇന്ന് 11ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളെല്ലാം നിർത്തിവെച്ചിട്ട് ഇന്ന് 8 ദിവസവും പിന്നിടുകയാണ്. സമരം ചെയ്യുന്ന ഡോക്ടർമാരുമായി സർക്കാർ ഇന്ന് ചർച്ച നടത്തും. ധനകാര്യ മന്ത്രിയും അതുപോലെ തന്നെ ധനാരോഗ്യ വകുപ്പ് സെക്രട്ടറിമാരും ചർച്ചയിൽ പങ്കെടുക്കും. കഴിഞ്ഞ ദിവസം ഡോക്ടർമാരുടെ സംഘടനയായ KGMCTA മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ആരോഗ്യമന്ത്രി, ധനമന്ത്രി എന്നിവരുമായി ചർച്ച നടത്തിയെങ്കിലും ഇത് സമവായത്തിലായിരുന്നില്ല. ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക, കൂടുതൽ തസ്തിക സൃഷ്ടിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഡോക്ടർമാരുടെ സമരം നടക്കുന്നത്. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഡോക്ടർമാരുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമരം 11ാം ദിവസത്തിലേക്ക് കടക്കുന്നത് തന്നെ. ഡോക്ടർമാർ സമരം തുടരുന്ന സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനവും പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. നിലവിൽ PG ഡോക്ടർമാർ മാത്രമാണ് OPയിലുള്ളത്. അതുപോലെ തന്നെ അധ്യാപനവും മുടക്കിയാണ് സമരം നടക്കുന്നത്.